ഹരി ഓം. ശ്ലോകം 2. അയി സഖേ തവ ബാലകജന്മമാം സുഖയതേദ്യ നിജാത്മജന്മവത് ഇതി ഭവത്പിതൃതാമ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. പദച്ഛേദം നോക്കാം. അയി സഖേ തവ ബാലക ജന്മ മാം സുഖയതേ അദ്യ നിജ ആത്മജ ജന്മവത് അയി സഖേ തവ ബാലക ജന്മ മാം സുഖയതേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജ നായകേ സമധിരോപ്യ ശശംസ തമാദരാത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തമാദരാത്. യി സഖേ തവ ബാലക ജന്മ മാം സുഖയതേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തമാദരാത്. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം: ഭവത് പിതാ അയി സഖേ തവ ബാലക ജന്മ നിജാത്മജ ജന്മവത് അദ്യ മാം സുഖയതേ ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ആദരാത് തം ശശംസ. ഭവത് പിതാ, നിന്തിരുവടിയുടെ അച്ഛൻ. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ്, നിന്തിരുവടിയുടെ അച്ഛൻ ഭഗവാന്റെ അച്ഛൻ ആരാണ്? വസുദേവർ. നിന്തിരുവടിയുടെ അച്ഛനായ വസുദേവർ അയി സഖേ, ഇനി വസുദേവർ പറയുന്ന കാര്യമാണ് പറയുന്നത്. അയി സഖേ, അല്ലയോ സുഹൃത്തേ. ആരോട്? നന്ദഗോപരോട് പറയുകയാണ്. അയി സഖേ, അല്ലയോ സുഹൃത്തേ, തവ ബാലക ജന്മ, അങ്ങേക്ക് ഉണ്ണിയുണ്ടായത്, നിജ ആത്മജ ജന്മവത്, എനിക്ക് ഉണ്ണിയുണ്ടായതുപോലെ, അദ്യ മാം സുഖയതേ, ഇപ്പോൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അല്ലയോ സുഹൃത്തേ, അങ്ങേക്ക് ഉണ്ണിയുണ്ടായത് എനിക്ക് ഉണ്ണിയുണ്ടായതുപോലെ ഇപ്പോൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. വസുദേവർ നന്ദഗോപരോട് പറയുന്നു. ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ, ഇങ്ങനെ ഭവത് പിതൃതാം, നിന്തിരുവടിയുടെ പിതൃത്വം, വ്രജനായകേ, വ്രജനായക എന്ന് പറഞ്ഞാൽ നന്ദഗോപർ, വ്രജനായകേ നന്ദഗോപനിൽ സമധിരോപ്യ, സമാരോപിച്ച്, ആദരാത് തം ശശംസ, ആദരവോടെ അദ്ദേഹത്തോട് പറഞ്ഞു. അല്ലയോ സുഹൃത്തേ, അങ്ങയ്ക്കൊരു മകൻ ജനിച്ചു എന്നറിഞ്ഞു. എനിക്ക് ഒരു കുട്ടിയുണ്ടായാൽ എപ്രകാരമാണോ അപ്രകാരം തന്നെ ആ വാർത്ത എന്നെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ അങ്ങയുടെ പിതൃത്വം നന്ദഗോപരിൽ ആരോപിച്ചുകൊണ്ട് നിന്തിരുവടിയുടെ പിതാവായ വസുദേവർ ആ ഗോപാലനായകനെ പ്രശംസിച്ചു സംസാരിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അയി സഖേ തവ ബാലക ജന്മ മാം സുഖയതേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തമാദരാത്.